വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന തിരക്കിലാണ്. ഇഡ്ഡലി സാമ്പാറാണ്. സാമ്പാർ റെഡിയാക്കി കഴിഞ്ഞു. ഇഡ്ഡലി എടുത്ത് വച്ചിട്ടുണ്ട്. ഞാൻ ഇളക്കി വച്ചിരിക്കുകയാണ്. നിങ്ങൾ എന്നോട് കാണിക്കുന്ന എല്ലാ സപ്പോർട്ടിനും ആദ്യമേ തന്നെ നന്ദി പറഞ്ഞുകൊള്ളുന്നു. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇനി ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. നിങ്ങളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണണം കേട്ടോ. വീസ് കുറവാണ്. ഇതിൽ ഉണ്ടാക്കി തരുന്നില്ല കേട്ടോ. ഇരിക്കുകയാണ്. ഇഡ്ഡലി സാമ്പാറുമാണ്. ഞാനിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോട്ടെ. നിങ്ങളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? തണുപ്പ് സമയമാണ്, അതുകൊണ്ട് അതിനോടൊപ്പം പഴമൊന്നും കഴിക്കുന്നില്ല. കപ്പപ്പഴമുണ്ട്, പക്ഷേ ഞാൻ കഴിക്കുന്നില്ല. ഇത് മാത്രം കഴിച്ച് ഒരു ചൂട് ചായ കുടിക്കാൻ പോവുകയാണ്. അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞുകൊണ്ടിരുന്നപ്പോഴേക്കും അടുത്തുള്ള അമ്പലത്തിൽ നിന്ന്, അതായത് ഉദയമാർത്താണ്ഡേശ്വര ശിവക്ഷേത്രത്തിൽ നിന്നുള്ള പൂജ കഴിഞ്ഞുള്ള പ്രസാദം കിട്ടി. പ്രസാദത്തിൽ എന്തൊക്കെ ഉണ്ട്? അവൽ, ശർക്കര, പൊരി, പഴം പീസായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്. ഒരു സ്പൂൺ അത് കഴിക്കാം. കഴിച്ചോട്ടെ. ഞാൻ കുളിക്കാൻ എനിക്ക് പറ്റില്ല, സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ അമ്പലത്തിൽ പോയില്ല. ഇന്നലെ സുപ്രിയയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞു. സുഖമായോ സുപ്രിയ? അങ്ങനെ അമ്പലത്തിലെ പ്രസാദവും കഴിച്ചു. ഇനി ഞാൻ റാഗി കാച്ചി വെച്ചിരിക്കുകയാണ്. റാഗി കരിപ്പെട്ടി എല്ലാം വെച്ച് അത് ഒരു കപ്പ് കുടിക്കാൻ പോവുകയാണ്. കുടിച്ചോട്ടെ. ഉച്ച ഊണിന് വേണ്ടിയിട്ട് ഓരോ കറി വയ്ക്കുകയാണ്. ഞാൻ ഒരു വെള്ളരിക്ക കിച്ചടി, എനിക്കിഷ്ടമാണിത്. തൈര് ഒഴിച്ച് വയ്ക്കുന്നത്. വെള്ളരിക്ക കുഞ്ഞു കുഞ്ഞാൻ അരിഞ്ഞ് വേവിച്ചിട്ട് തേങ്ങ, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ജീരകം, ലേശം കടുക്, പച്ചമുളക്, കറിവേപ്പില ഇത്രയും അരച്ച് ഒന്ന് ചൂടാക്കിയതിന് ശേഷം കടുക് താളിച്ച് അത് തണുത്തതിന് ശേഷം തൈരൊഴിക്കും. അങ്ങനെ കിച്ചടി. ഇത് നമ്മുടെ വാഴത്തട, ഒരു തോരന് വേണ്ടിയിട്ടാണ്. വാഴത്തട എന്ന് നമ്മുടെ നാട്ടിൽ പറയും. ചില സ്ഥലങ്ങളിൽ വാഴപ്പിണ്ടി എന്ന് പറയാറുണ്ട്. അതൊരു തോരൻ വയ്ക്കാൻ പോവുകയാണ്. പിന്നെ ഒരു പരിപ്പ് കറി കൂടെ റെഡിയാക്കി. ഇനി ഇതിന് വേണ്ടിയിട്ട് പപ്പടം പൊരിക്കണം. ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്ന് ഉച്ച വരെയുള്ള വീഡിയോ. ഇത്രയും സമയം എൻ്റെ വീഡിയോ കണ്ടതിൽ വളരെ സന്തോഷം. അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.